നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളെ കുറിച്ചാണ്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ എന്ന് പറയുന്നത് ബിസിനസ്സുകളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളത് നോക്കിയാൽ ആവശ്യക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അഥവാ ഫുഡ് ഓറിയൻറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം എന്നുള്ളത് ഏതൊരാൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളുടെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിൽ ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം അതിനെ തുടങ്ങി നല്ല രൂപത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് റെസ്റ്റോറൻറ്റ് എന്നുള്ളത്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന്റെ തുടക്കം മുതൽ അഥവാ അത് പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ കൃത്യത പുലർത്തിയിട്ടില്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾക്ക് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ ആരംഭിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ടാവണം. ആ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ ആ വിപണിയിൽ അതിന് സക്സസ് ആകാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യം തന്നെ വേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് റെസ്റ്റോറൻറ്റ് നമ്മൾ എവിടെയാണോ തുടങ്ങുന്നത് ആ മാർക്കറ്റിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പല ബിസിനസ് ഉടമകളും റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുന്നത് ഞാൻ കണ്ടത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് കാണും. അവിടെ ഇതിനൊരു സാധ്യതയുണ്ട്, ഇവിടെ പിന്നെ ആളുകളൊക്കെ യാത്രക്കാരൊക്കെ പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഇതൊക്കെ എന്ന് കണ്ടെത്തി അവിടെ ആ റെസ്റ്റോറൻറ്റ് അങ്ങ് ആരംഭിക്കുന്ന ഒരു സ്ഥിതിയാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. എന്നാൽ റെസ്റ്റോറൻറ്റിന്റെ മാർക്കറ്റ് കണ്ടെത്തേണ്ടത് അങ്ങനെയല്ല. റെസ്റ്റോറൻറ്റിൽ നമ്മൾ എവിടെയാണോ റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ പോകുന്നത് ആ മാർക്കറ്റിൽ ഈ റെസ്റ്റോറൻറ്റിന് സാധ്യതയുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ 3 സ്റ്റെപ്പുകൾ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ആ റെസ്റ്റോറൻറ്റിലെ അവിടെയുള്ള മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് അവിടെ ഈ റെസ്റ്റോറൻറ്റിന് ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. മൂന്നാമതായിട്ട് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണോ ഇത് എന്നുള്ളത് വ്യക്തത നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ട്രെൻഡ്. എന്താണ് ട്രെൻഡ് എന്ന് പറയുന്നത്? മാർക്കറ്റിലുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കും. ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിനെ ഓരോ സമയത്തിലും ഓരോ ട്രെൻഡുകളാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിനും ബിസിനസ്സിൽ ഒരു ട്രെൻഡ് ഉണ്ട്. ചില ഫുഡുകൾ, ചില ആംബിയൻസുകൾ, ഇതൊക്കെ മാർക്കറ്റിലെ ഒരു ട്രെൻഡായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ വരാറുണ്ട്. ചില തീമുകൾ ഒക്കെ റെസ്റ്റോറൻറ്റിന് ട്രെൻഡുകളായിട്ട് കടന്നു വരാറുണ്ട്. നമുക്കറിയാം, മലബാർ പ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മന്തി എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ട് നിലനിൽക്കുന്ന ഒരു ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഇപ്പോൾ അത് കുറേയൊക്കെ മാറി മറ്റുള്ള ഇതിലേക്കൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും മന്തികളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ഈ ട്രെൻഡിനെ കൂടുതൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി പല റെസ്റ്റോറൻറ്റുകളും ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ഈ ട്രെൻഡിനനുസരിച്ചുള്ള യാത്ര റെസ്റ്റോറൻറ്റുകൾക്ക് കൂടുതൽ സക്സസ് നൽകും. ആ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും? ട്രെൻഡുകളിൽ കൂടുതൽ യുണീക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുക. ഇപ്പൊ മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് മാർക്കറ്റിലാണോ റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ആ മാർക്കറ്റിന്റെ ട്രെൻഡ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് മാർക്കറ്റ് ഗ്യാപ്പ് ആണ്. നമുക്ക് ഈ ബിസിനസ്, ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഇവിടെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിൽ എന്ത് വിടവുകളാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. മാർക്കറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നിലവിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത എന്ത് കാര്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തി അതിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ നമ്മൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ അവിടെ മാർക്കറ്റ് ഗ്യാപ്പ്. ആ മാർക്കറ്റ് ഗ്യാപ്പിലേക്കാണ് നമ്മുടെ ബിസിനസ്സിന് നമ്മൾ യുണീക്ക്നെസ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ നല്ലൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമതായിട്ടുള്ളത് നല്ലൊരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൊക്കേഷൻ കറക്റ്റ് അല്ല എങ്കിൽ ബിസിനസ്സുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും? കസ്റ്റമർ ഇല്ലാതെ വരികയും ക്യാഷ് ഫ്ലോ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ കഴിയാതെ വരികയും, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളൊക്കെ ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രഗിൾ ചെയ്യും, ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് വരും. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം.
അവിടെ നമ്മൾ റെസിഡൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വേണം, പെർമനന്റ് ആയിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന രൂപത്തിലുള്ള കസ്റ്റമേഴ്സ് വേണം, അല്ലാതെ ട്രാഫിക് ആയിട്ട് നമുക്ക് യാത്രക്കാർ ട്രാവലേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്ന സ്ഥലങ്ങളായിരിക്കണം. ഇങ്ങനെ നമ്മൾ ആ ലൊക്കേഷനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എത്രത്തോളം കസ്റ്റമേഴ്സിന്റെ പൊട്ടൻഷ്യൽ ഉള്ള ലൊക്കേഷനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ 3 കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു മാർക്കറ്റ് നിങ്ങൾ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, ട്രെൻഡ് അറിഞ്ഞുകൊണ്ടായിരിക്കണം മാർക്കറ്റ് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, മാർക്കറ്റ് ഗ്യാപ്പ് നമുക്ക് കണ്ടെത്താൻ കഴിയണം. 3, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം. ഇന്നത്തെ റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്